ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആബ്സെന്റ് രേഖപ്പെടുത്താമായിരുന്നിട്ടും 10 കിലോമീറ്റർ ഓട്ടം ശിക്ഷ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുവാൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊച്ചി വിശദീകരണം. ചോദിക്കുന്നതടക്കം വകുപ്പ് തല നടപടികൾ എടുക്കാം എന്നിരിക്കെയാണ് ക്രൈം മീറ്റിംഗിന് വൈകിയെത്തിയ SHOമാർക്ക് SP 10 കിലോമീറ്റർ ഓട്ടം ശിക്ഷ വിധിച്ചതെന്ന പരാതി വ്യാപകം. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന SHOമാർക്ക് DGP അനുവദിച്ചിട്ടുള്ള വിശ്രമ സമയം പോലും മാറ്റിവെച്ച് മീറ്റിംഗിന് എത്തിയവരോടാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇങ്ങനെ പെരുമാറിയതെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞയാഴ്ച ആലുവയിൽ നടന്ന ക്രൈം കോൺഫറൻസിന് വൈകിയെത്തി എന്ന പേരിലാണ് 3 SHOമാർക്ക് SP M ഹേമലത ശിക്ഷ വിധിച്ചത്. ഇതിൽ ഒരാൾ മാത്രമാണ് ഓടിയത്. ഭാവിയിൽ ഇത്തരം സമീപനം ഉദ്യോഗസ്ഥരോട് ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുവാനാണ് മുഖ്യമന്ത്രിക്കും DGPക്കും നിവേദനം നൽകുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു പറഞ്ഞു. അവർ 10 മിനിറ്റ് വൈകിയതിന് നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിന് ആരും എതിരല്ല. അച്ചടക്കമുള്ള സേനയെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യവുമാണ്. എന്നാൽ ഇത്തരം ബാലിശമായ ശിക്ഷാ നടപടികൾ ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നിവേദനമായി മുഖ്യമന്ത്രിക്കും DGPക്കും കൈമാറുക, ബിജു പറഞ്ഞു. പാലം പണിക്കെത്തിച്ച ഇരുമ്പുപാളം മുഖത്തേക്ക് വീണു. സുരക്ഷാ ജീവനക്കാരന് ദാരുണാന്ത്യം. ചവറ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നീണ്ടകരയിൽ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിൽ നിന്നും ഇരുമ്പ് പാളം വീണു. സുരക്ഷാ ജീവനക്കാരൻ മരിച്ചു. ബീഹാർ സ്വദേശി വിനോദ് സിംഗ് ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. ഭക്ഷണം കഴിച്ച ശേഷം വെള്ളമെടുക്കുവാൻ പാലത്തിനടിയിലൂടെ പോകുന്നതിനിടെ മുകളിൽ നിന്നും 15 അടി നീളമുള്ള ഇരുമ്പ് പാളം ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. യാതൊരു സുരക്ഷയുമില്ലാതെയാണ് പാളം വച്ചിരുന്നതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ വളർച്ചയിൽ അഭിമാനം. പദവി ഒഴിയുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. ന്യൂഡൽഹി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജിയെന്ന് രാഷ്ട്രപതിക്ക് അയച്ച രാജിക്കത്തിൽ ജഗ്ദീപ് ധൻകർ പറഞ്ഞു. അനുച്ഛേദം 67A പ്രകാരമാണ് തന്റെ രാജിയെന്നും കത്തിൽ ജഗ്ദീപ് ധൻകർ പറയുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൌപതി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരോട് കൃതജ്ഞത അർപ്പിക്കുന്നുവെന്നും കത്തിൽ ജഗ്ദീപ് ധൻകർ പറയുന്നു. രാജ്യത്തിന്റെ വളർച്ചയിൽ അഭിമാനത്തോടെയാണ് താൻ പദവി ഒഴിയുന്നതെന്നും പാർലമെന്റിലെ അംഗങ്ങളോട് തന്റെ സ്നേഹം അറിയിക്കുന്നുവെന്നും ജഗ്ദീപ് ധൻകർ രാജിക്കത്തിൽ വ്യക്തമാക്കി. ഇന്ന് രാജ്യസഭ നിയന്ത്രിച്ചത് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗ്ദീപ് ധൻകർ ആയിരുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അസീം മുനീർ. അട്ടിമറി നീക്കമെന്ന പ്രചാരണം അയ്യൂബ് ഖാന്റെ വഴിയെ വീണ്ടും ഇസ്ലാമാബാദ്. പാകിസ്ഥാനിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ വമ്പൻ രാഷ്ട്രീയ അട്ടിമറി നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. ആസിഫ് അലി സർദാരിയെ മാറ്റി അസീം മുനീറിനെ പ്രസിഡന്റാക്കുവാനുള്ള നീക്കം നടക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞുവെങ്കിലും അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വർഷം ആദ്യം ഗൾഫ്, മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയ അസീം മുനീർ പിന്നാലെ ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഒറ്റയ്ക്ക് സന്ദർശിച്ചിരുന്നു. ഇതോടെയാണ് ഭരണരംഗത്തേക്ക് സൈനിക മേധാവിയുടെ കടന്നുവരവ് ചർച്ചയാകുന്നത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 3 വർഷത്തെ പ്രയത്നം, 250 ദിവസത്തെ ചിത്രീകരണം. കാന്താര 2 പാക്കപ്പ്. കന്നഡ സിനിമയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ കാന്താര സിനിമയുടെ 2ാം ഭാഗം ചിത്രീകരണം പൂർത്തിയായി. 3 വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിനാണ് കഴിഞ്ഞ ദിവസം അവസാനമായത്. ആദ്യ ഭാഗത്തിൽ പ്രേക്ഷകർ കണ്ട കഥയുടെ മുൻപ് നടന്ന സംഭവങ്ങളാകും കാന്താരയുടെ തുടർച്ചയിൽ കാണുവാൻ കഴിയുക. കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 എന്നാണ് പ്രീക്വലിന് നൽകിയിരിക്കുന്ന പേര്. ഋഷഭ് ഷെട്ടിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതക്കോലം കെട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രം എന്നാണ് റിപ്പോർട്ട്. ഹോമാലയ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ഋഷഭ് ഷെട്ടിയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധ് മഹേഷ്, ഷാനിൽ ഗുരു എന്നിവരാണ് സഹ എഴുത്തുകാർ. ഛായാഗ്രഹണം അരവിന്ദ് എസ് കശ്യപ്, സംഗീതം ബി അജനീഷ് ലോക്നാഥ്.
പ്രൊഡക്ഷൻ ഡിസൈൻ ബംഗ്ലാൻ ആദ്യ ഭാഗം 16 കോടിയാണ് ബജറ്റെങ്കിൽ രണ്ടാം ഭാഗം 3 ഇരട്ടി ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ഒക്ടോബർ 2-നാണ് സിനിമയുടെ റിലീസ്. പ്രിൻസിന്റെ വിജയം ആഘോഷിക്കുവാൻ മീനാക്ഷി എത്തി. വികാരഭരിതനായി ദിലീപ്. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ വിജയാഘോഷ വേളയിൽ വികാരഭരിതനായി ദിലീപ്. മോഹൻലാലിന് മുൻപിൽ ക്ലാപ്പ് അടിച്ചു തുടങ്ങിയതാണ് തന്റെ സിനിമാ ജീവിതമെന്ന് ദിലീപ് പറയുന്നു. മോഹൻലാൽ, മുകേഷ്, ശ്രീനിവാസൻ, സായികുമാർ, സിദ്ദിഖ്, ജഗതി തുടങ്ങി മലയാള സിനിമയിലെ മികവുറ്റ സീനിയേഴ്സിന്റെ സിനിമകൾ കണ്ടാണ് താൻ അഭിനയം പഠിച്ചതെന്നും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഒരാൾ നടനായി മാറിയപ്പോൾ ഒരുപാട് പേരുടെ പിന്തുണ തനിക്ക് ലഭിച്ചുവെന്നും ദിലീപ് വെളിപ്പെടുത്തി. ലിസ്റ്റൻ സ്റ്റീഫൻ റിസ്ക് എടുത്താണ് തന്നെ നായകനാക്കി പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തത്. ആ സിനിമ ഇന്നത്തെ അവസ്ഥയിൽ 60 ദിവസം പൂർത്തിയാക്കിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും താരം പറഞ്ഞു. ദിലീപിന്റെ മകൾ മീനാക്ഷിയും വിജയാഘോഷ ചടങ്ങിലെ സാന്നിധ്യമായിരുന്നു. ലോഹമാല ധരിച്ച് സ്കാനിംഗ് മുറിയിലേക്ക്. ഭർത്താവിനെ മെഷീൻ വലിച്ചെടുക്കുന്ന കാഴ്ചയുടെ നടുക്കത്തിൽ ഭാര്യ. വിയോഗത്തിൽ മനം തകർന്ന കുടുംബം. ഭാര്യയ്ക്ക് MRI സ്കാനിംഗ് നടക്കുന്നതിനിടെ കഴുത്തിൽ ലോഹമാലയിട്ട് MRI മുറിയിലേക്ക് പ്രവേശിച്ചയാൾ മെഷീന്റെ ശക്തമായ കാന്തിക ശക്തിയാൽ ഉള്ളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മരിച്ചു. ന്യൂയോർക്കിലെ നസാവു ഓപ്പൺ MRIയിൽ വെച്ചായിരുന്നു സംഭവം. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെ സ്കാനിംഗ് നടക്കുന്നതിനിടെയാണ് കീത്ത് മക് അലിസ്റ്റർ MRI സ്കാനിംഗ് നടക്കുന്ന മുറിയിലേക്ക് പ്രവേശിച്ചത്. ഭർത്താവിനെ മെഷീനിൽ നിന്നും പുറത്തെടുക്കുവാൻ ടെക്നീഷ്യൻ സഹായിച്ചുവെങ്കിലും അത് സാധ്യമായില്ലെന്ന് അഡ്രിയൻ വേദനയോടെ പറഞ്ഞു. MRI മെഷീനിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷം മക്കാലിസ്റ്ററിന് ഹൃദയാഘാതമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയ്ക്ക് വീണ്ടും തലവേദന. ഓൾറൌണ്ടർ പരിക്കേറ്റ് പുറത്ത്. അവസാന 2 ടെസ്റ്റുകളിൽ കളിക്കില്ല. ലണ്ടൻ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 4ഉം 5ഉം മത്സരങ്ങളിൽ ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി കളിക്കില്ല. പരിക്കേറ്റ താരം ടീമിൽ നിന്നും പുറത്തായതായി BCCI അറിയിച്ചു. നിതീഷ് റെഡ്ഡിയുടെ പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം പരിക്കേറ്റ പേസർ അർഷ്ദീപ് സിംഗിന് പകരം ചെന്നൈ സൂപ്പർ കിങ്സ് താരം അൻഷുൽ കാംബോജിനെ ടീമിൽ ഉൾപ്പെടുത്തി. പരമ്പരയിൽ 2-1 പിന്നിലുള്ള ഇന്ത്യയ്ക്ക് 4ാം ടെസ്റ്റ് വിജയിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ്. പരിക്കേറ്റ പേസർ ആകാശദീപും 4ാം ടെസ്റ്റ് കളിക്കുവാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ വിശ്രമം മാറ്റിവെച്ച സൂപ്പർ താരം ജസ്പ്രീത് ബുംറ കളിക്കാനിറങ്ങുമോ എന്നറിയുവാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നിതീഷ് റെഡ്ഡിയുടെ ഇടത് കാൽമുട്ടിനാണ് പരിക്കേറ്റത്. നിതീഷ് ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും BCCI അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.